അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുള്ള അബ്ദുറഹ്മാനാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പോത്തങ്കോടുള്ള ഷീബ എന്ന ഈ സഹോദരിയുടെയും പറക്കമുറ്റാത്ത ഈ രണ്ട് കുട്ടികളുടെയും ദുരിതപൂർണമായ ഒരു ജീവിതം നല്ലവരായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. നമ്മളെപ്പോലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള 42 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പാവ സഹോദരിയുടെ ഇരു കാലുകളും പഴുത്ത് അഴുകിക്കൊണ്ടിരിക്കുകയാണ്. വേദന കടിച്ചമർത്തി വിഷമത്തോടെയാണ് ഇവർ ജീവിതം തള്ളി നീക്കുന്നത്. മാത്രമല്ല, തൻ്റെയും കുടുംബത്തിൻ്റെയും അത്താണിയാകുമെന്ന് കരുതിയ 18 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മൂത്ത മകൻ കൊല്ലം ഖാദിസിയ അറബി കോളേജിൽ ആത്മീയ വിദ്യാഭ്യാസം നടത്തുന്നതിനിടയിൽ വാഹനാപകടം വന്ന് മരണപ്പെട്ടുപോയി. അവിടെയായിരുന്നു ഈ സഹോദരിയുടെ എല്ലാ തകർച്ചകളുടെയും തുടക്കം. അടുത്ത പ്രതീക്ഷയായിരുന്ന 15 വയസ്സുള്ള രണ്ടാമത്തെ മകൻ ഹാർട്ടിന് തകരാറായി ചികിത്സയിൽ. പിന്നെയുള്ളത് 14 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയാണ്. ഇതുമാത്രമല്ല, ഇതിനുമപ്പുറം 2 കാലുകളും പഴുത്തഴുകിക്കൊണ്ടിരിക്കുന്ന ഈ സാധുവായ സഹോദരിയുടെ വൃക്കകൾ പോലും തകരാറിലായിക്കൊണ്ടിരിക്കുകയാണ്. ശരീരം മുഴുവൻ രോഗങ്ങൾ കാർന്ന് തിന്ന് ദൈനംദിന കാര്യങ്ങൾക്ക് പോലും കഴിയാത്ത അവസ്ഥയിലാണ്. നിറ കണ്ണുകളോടെ അല്ലാതെ ഇത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. കൽബ് പിടയുന്ന വേദന അത് നിങ്ങളുമായി പങ്കുവെക്കാതിരിക്കാനാവുന്നില്ല. ഇത് നമ്മുടെ പെങ്ങളാണ്. ഹാർട്ടിന് തകരാറുള്ള 15കാരനും 14 വയസ്സുള്ള പറക്കമുറ്റാത്ത മകളും നമ്മുടെ മക്കളാണ്. അവർക്ക് അവരുടെ ഉമ്മയെ ആരോഗ്യത്തോടെ വേണം. ആ മാതൃസ്നേഹം ഈ മക്കളും അറിയട്ടെ. അതിന് നമ്മൾ മനസ്സ് വെച്ചാൽ കഴിയും. ഇവരുടെ ചികിത്സയ്ക്ക് ഭീമമായ ഒരു സംഖ്യ ആവശ്യമായി വരുന്നു. ഈ കുരുന്നു മക്കളാൽ കൂട്ടിയാൽ അത് കൂടൂല. ഇതുവരെ ആരുടെയൊക്കെയോ സഹായങ്ങൾ കൊണ്ട് ഇവർ കഴിഞ്ഞുപോയി. ഇനി എന്ത് എന്ന് ഒരു നിശ്ചയവുമില്ല. സുമനസ്സുകളായ നമ്മുടെ മുന്നിൽ നിറഞ്ഞ കണ്ണുകളോടെ ഈ മക്കൾ കൈനീട്ടുകയാണ്. ഈ കുരുന്നു മക്കളുടെ മാതാവിനെ അവരുടെ കൊതി തീരും വരെ സ്നേഹിക്കാനും സേവിക്കാനും നമുക്ക് കൂട്ടമായി ഒന്ന് പരിശ്രമിച്ചുകൂടെ? ഒന്നോർക്കുക, ആപത്തുകളും രോഗങ്ങളും നാളെ നമ്മുടെ വീടിൻ്റെ പടിയും കടന്നു വരാം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമുക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരാതിരിക്കാൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ കുടുംബത്തെ നമുക്കൊന്ന് സഹായിക്കാം. ഈ ഇത്തയുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ അക്കൗണ്ടിലേക്ക് നമ്മളാൽ കഴിയുന്ന ഒരു സദക്ക നൽകിക്കൊണ്ട് നമുക്കിവരെ ഒന്ന് ചേർത്ത് പിടിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധമായ രോഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.